കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്രാടം ദിനമായിട്ട് എല്ലാ ഉത്രാട ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ട് അതിനെന്ത് പറയണമെന്ന് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഒരു സീരിയൽ താരത്തിനോട് യുവനടനോട് ആരാധന മൂത്ത് 85 വയസ്സുള്ള അമേരിക്കക്കാരൻ അപ്പച്ചൻ വർഷം തോറും പിറന്നാളിന് സീരിയൽ നടൻ്റെ പിറന്നാളിന് ഐഫോണാണ് കൊടുക്കുന്നത്. പിന്നെ പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 14 ലക്ഷം രൂപ കൊടുക്കുന്നു ഇതുവരെ. അപ്പം ചുരുക്കം പറഞ്ഞാൽ 14 ലക്ഷം രൂപ പുള്ളിക്കാരനെ അമേരിക്കക്കാരനെ ചേട്ടൻ തിരിച്ചു ചോദിച്ച് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം സീരിയൽ നടൻ്റെ പ്രായം ഒരു 30 വയസ്സ്, അമേരിക്കൻ അങ്കിളിൻ്റെ പ്രായം ഒരു 85 വയസ്സുണ്ടെന്ന്. 55 വയസ്സിൻ്റെ ഡിഫറൻസ്. അപ്പം ഈ ഐഫോൺ കൊടുക്കുമ്പോഴും ഒന്നും നാട്ടുകാരെ അറിയിച്ചില്ല, സോഷ്യൽ മീഡിയയിലും ഒന്നും അറിയിച്ചില്ല, ആരും അറിയാതെ സീക്രട്ടായിട്ട് കൊടുത്തു. അപ്പം അങ്കിള് പറയുന്ന പൈസ തിരിച്ചു ചോദിച്ചെന്ന് പറയാം, കടമായിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നത്. ഒരു പരിചയമില്ലാത്ത ഒരു ടി വിയിൽ മാത്രം കാണുന്ന ഒരു സീരിയൽ താരത്തിന് പരിചയപ്പെട്ടിട്ട് ഫോൺ നമ്പരും മേടിച്ചിട്ട് ഫോൺ പേയും ഗൂഗിൾ പേ നമ്പരും ഒക്കെ മേടിച്ചിട്ട് അവർക്ക് കാശ് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് നടനായി കാശ് അയച്ചു കൊടുക്കുന്നു. ഐഫോൺ മേടിച്ച് കൊടുക്കും. ഒരു ഐഫോണിനൊക്കെ എത്ര വിലയാണെന്ന് നമുക്കറിയാം. എല്ലാ വർഷവും ഐഫോൺ മേടിച്ച് കൊടുക്കുന്നു. അപ്പം നമ്മളാരും പൊട്ടന്മാരൊന്നും അല്ല ഇതൊന്നും കേൾക്കുമ്പം വിശ്വസിക്കാൻ. ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ ഇഷ്ടത്തിന് കമൻറ്റുണ്ട്. നല്ല സൂപ്പർ കമൻറ്റുകളാണ് ആളുകൾ ഇട്ടേക്കുന്നത്. ഒന്നാമത് ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം. പിന്നെ ഞാൻ എൻ്റെ മോനെ പോലെ കാണുന്നു. മോനല്ലല്ലോ, മോനെ പോലെ കാണാൻ. സ്വന്തം മോനൊന്നും അല്ലല്ലോ. സ്വന്തം മോന് മേടിച്ചു കൊടുക്കത്തില്ലല്ലോ. സ്വന്തം മോന് പോകുന്ന 14 ലക്ഷം പോയിട്ട് 4 ലക്ഷം രൂപ ചോദിച്ചാൽ കൊടുക്കത്തില്ല. ഐഫോൺ ചോദിച്ചിട്ട് 10,000 രൂപയുടെ ഫോൺ ചോദിച്ചാൽ മേടിച്ചു കൊടുക്കത്തില്ല സ്വന്തം മക്കൾക്കാണെങ്കിൽ. നാട്ടുകാർ എത്രയോ ആളുകൾ, പാവപ്പെട്ട ആളുകളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, വീടില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ സഹായിക്കുമോ? ഇല്ല, സഹായിച്ചിട്ടില്ല. ഇത് അങ്കിള് ഏതോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സീരിയൽ നടനെ ഇഷ്ടപ്പെട്ട് പരിചയപ്പെട്ട് സീരിയൽ നടന് പൈസ കൊടുത്ത് ഏതോ ഉദ്ദേശിച്ച് സീരിയൽ നടനിൽ നിന്ന്. അപ്പോൾ സീരിയൽ നടൻ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം പരമാവധി മുതലാക്കി. ലാസ്റ്റ് സീരിയൽ നടന് നിന്നൊന്നും അങ്കിള് പ്രതീക്ഷിച്ച ഒന്നും കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ്. ഇല്ലെങ്കിൽ അങ്കിള് പ്രതീക്ഷിച്ച സീരിയൽ നടൻ കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കൊടുത്തതിന് ശേഷം സീരിയൽ നടൻ പതുക്കെ പിന്മാറുകയാണോ എന്നറിയത്തില്ല. കാര്യം അങ്കിളിന് പ്രായമാണ് 85 വയസ്സൊക്കെ. അതൊന്നും ഊറ്റാവുന്ന അത്ര ഊറ്റിയിട്ട് സീരിയൽ നടൻ പിന്മാറിയതാണോ, അതോ അങ്കിള് ഉദ്ദേശിച്ച കാര്യം നടക്കാഞ്ഞപ്പം സീരിയൽ നടൻ്റെ പേരിലോട്ട് ഇനിയും പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചോണ്ട് അറിയാം. എന്തെങ്കിലും ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഈ പഴയ കമൻറ്റുകൾ ഇടുന്നുണ്ട്. അത് പലരും പോസ്റ്റ് ചെയ്ത കമൻറ്റ് ഞാൻ ഇടുന്നത് സത്യം. ഞാൻ ആ കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു സത്യമാണ്. ഈ അങ്കിളിന് എന്തിൻ്റെ കടപ്പാണ്? 85 വയസ്സുള്ള അങ്കിളിന് എന്താണ് 30 വയസ്സ് താഴെയുള്ള സീരിയൽ നടന് ഐഫോൺ മേടിച്ചു കൊടുക്കാനും 14 ലക്ഷം രൂപയൊക്കെ കൊടുക്കാനും അദ്ദേഹത്തിന് സഹായിക്കാൻ നാട്ടിലെ ആളുകൾ ആരും ഒന്നുമില്ല, സാധാരണ ആളുകൾ ആരും ഒന്നുമില്ല. ഇതൊന്നും അല്ല, ഇതിനകത്ത് കാര്യങ്ങൾ എന്തോ ഉണ്ട്. അതിനി സീരിയൽ നടൻ വെളി വരണം. സീരിയൽ നടൻ ചിലപ്പം പുള്ളിയുടെ അഭിമാന പ്രശ്നം വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ സീരിയൽ നടനൊന്നും വെളി പറയത്തില്ലായിരിക്കും. സീരിയൽ നടന് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ ഇനിയും കേൾക്കണം. ഇതിനകത്ത് എന്താണ് നടന്നതെന്നുള്ളത്. അങ്കിൾ ആഗ്രഹിച്ച കാര്യം നടന്നോ, അല്ലെ അങ്കിള് സീരിയൽ നടനിൽ നിന്ന് ആഗ്രഹിച്ച കാര്യം നടന്നില്ലയോ, അല്ല സീരിയൽ നടൻ പതുക്കെ അങ്കിളിനെ ഉദ്ദേശം മനസ്സിലാക്കി പൈസ ഊരിയെടുത്തിട്ട് സീരിയൽ നടൻ മുങ്ങിയാണോ നമുക്കറിയുന്നില്ല. എന്തൊക്കെയാലും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ചിരിയാണ് വന്നത്. കാര്യം 85 വയസ്സുള്ള അങ്കിളും ഈ ചെറിയ പ്രായത്തിലുള്ള സീരിയൽ നടനും തമ്മിൽ എന്താണ് കണക്ഷൻ? എൻ്റെ മോൻ സ്വന്തം മക്കളുണ്ടല്ലോ, അവരെ അങ്ങ് കരുതിയാൽ പോരെ. ഇതിനെയൊക്കെ മോനെ പോലെ കരുതാൻ ആര് പറഞ്ഞു? ഇതൊന്നും മോനെ പോലെ കരുതൊന്നുമല്ല. ഫിലിം ഫീൽഡിലുള്ള എല്ലാവർക്കും ഇതൊക്കെ അവരൊക്കെ ഈ ഫിലിം ഫീൽഡിലുള്ളവരെല്ലാം ലക്ഷങ്ങൾ മനുഷ്യരെ കാണുന്നതാണ്. എല്ലാ മനുഷ്യരെയും അവർക്കറിയാം. അപ്പം പുള്ളിക്കാരൻ സീരിയൽ നടൻ കിട്ടിയ അവസരം അങ്ങ് മുതലാക്കി, അത്രയേ ഉള്ളൂ. ആ സീരിയൽ നടൻ എൻ്റെ കൺസെപ്റ്റ്, ഞാനൊരിക്കലും സീരിയൽ നടനെ കുറ്റം പറയത്തില്ല. കാര്യം സീരിയൽ നടനാണ് യഥാർത്ഥ ബുദ്ധിയുള്ള മനുഷ്യൻ. അങ്കിളിനെ പരമാവധി ഊറ്റിയെടുത്ത് അങ്കിൾ അങ്ങോട്ട് ചെന്ന് തല വെച്ച് കൊടുത്ത് നടൻ ഊറ്റിയെടുത്ത്. അതിനകത്ത് ഇപ്പോൾ എന്താണ് കാര്യം?
നിങ്ങൾ പൈസ കൊടുത്തപ്പോഴും ഈ ഐഫോൺ മേടിച്ച് കൊടുത്തപ്പോഴും ഒന്നും ഈ ലോകത്തൊരു മനുഷ്യന് പറഞ്ഞിട്ടില്ലല്ലോ. സീക്രട്ട് മെയിൻ്റെനൻസ് ആയിരുന്നു. ഇപ്പോഴാണല്ലോ ഐഫോണിൻ്റെ കഥകളും ലക്ഷങ്ങളുടെ കഥകളും ഒക്കെ വെളി വരുന്നത്. എൻ്റെ അങ്ങള് ആ സീരിയൽ നടനെ വെറുതെ വിട്ടേര്, പോയി പണി നോക്ക് വേറെ. ഞാൻ അത്രേ പറയാനുള്ളൂ. ബുദ്ധിയില്ലാത്ത അമേരിക്കയിലൊക്കെ പോയ ആളിന് സാധാരണ ബുദ്ധിയൊന്നും ആയിരിക്കത്തില്ലല്ലോ ഉള്ളത്. കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. അപ്പം അതിബുദ്ധി പ്രയോഗിച്ച് നോക്കി സീരിയൽ മലയാളി ഒരു സിനിമയ്ക്കകത്ത് ദിലീപ് പറയുന്നുണ്ട്, 2 കൺട്രീസിലാണെന്ന് തോന്നുന്നു, മലയാളിയെ എന്തുവാ കേരളത്തിലുള്ള മലയാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന്. അതുപോലത്തെ പിള്ളേരാണ് ഇപ്പം പിള്ളേർ. അങ്കിള് വിചാരിക്കുന്നത്, അങ്കിൾ അമേരിക്കയിലൊക്കെ പോയപ്പോൾ അങ്കിള് വിചാരിച്ച അങ്കിളിനെ ഭയങ്കര ബുദ്ധിയാണെന്ന്. അങ്കിളിൻ്റെ ബുദ്ധിയല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്. അങ്കിളിനെ വിറ്റ കാശ് അവരുടെ കയ്യിലുണ്ട്. ആ കാശ് അങ്കിളിനെ വിറ്റവർ മേടിച്ച്, അതിനകത്ത് യാതൊരു തെറ്റും പറയാനില്ല. ഞാൻ എന്തൊക്കെയാലും സീരിയൽ നടനോടൊപ്പം തന്നെയാണ്. കാര്യം ഇങ്ങനെയൊക്കെ ചെന്ന് തല വെച്ച് കൊടുക്കുന്നവർക്ക് ഇതൊന്നും സംഭവിക്കണം. എന്തൊക്കെയാലും ഉത്രാടത്തിന് നല്ലൊരു ന്യൂസ് എനിക്ക് കിട്ടിയായിരുന്നു. വളരെ സന്തോഷം തോന്നിയൊരു ന്യൂസ്.